ഒരു സെൻട്രലൈസേഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംവിധാനമാണ് ഇന്ന് പലപ്പോഴും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. നമുക്ക് വേണ്ടത് ഒരു ഡീസെൻട്രലൈസ്ഡ് സംവിധാനമാണ്. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനമാണ് ഡീസെൻട്രലൈസേഷൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാര വികേന്ദ്രീകരണം. ഞാൻ നേരത്തെ പറഞ്ഞ കേന്ദ്രീകരണത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇന്ത്യയുടെ രാഷ്ട്രീയ വ്യവസ്ഥയുടെ അടിത്തറയായിട്ടൊക്കെ മഹാത്മാഗാന്ധി കണ്ടിരുന്ന പഞ്ചായത്ത് രാജ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഓരോ ഗ്രാമവും സ്വയം പര്യാപ്തത നേടുന്ന തരത്തിൽ വികേന്ദ്രീകൃതമായിട്ടുള്ളൊരു ഭരണകൂടം, അത് ഓരോ പഞ്ചായത്തിലും നടപ്പിലാക്കുന്ന ഒരു സംവിധാനമാണ്. അത്തരം ഒരു കാഴ്ചപ്പാടിന് അദ്ദേഹം നൽകിയൊരു പേര് ഗ്രാമസ്വരാജ്യം എന്നാണ്. പക്ഷേ ഗാന്ധിജിയുടെ ആ കാഴ്ചപ്പാടിന് പകരം വളരെ കേന്ദ്രീകൃതമായ ഒരു ഭരണ സംവിധാനമാണല്ലോ നമുക്ക് ഇന്ന് നിലവിലുള്ള. 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമുക്ക് 92 പഞ്ചായത്ത് രാജ് എന്ന സംവിധാനം നിലവിൽ വന്നത്. അത് ഗാന്ധിജി വിഭാവനം ചെയ്ത ആ ഒരു പഞ്ചായത്ത് രാജിൽ നിന്നൊക്കെ വളരെ വ്യത്യാസമുണ്ട്. പക്ഷേ എന്നാലും അത് അതിൻ്റെ ഒരു തുടക്കമായിട്ട് നമുക്ക് കാണാം. പഞ്ചായത്ത് രാജ് ശരിക്ക് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഒരു ഫസ്റ്റ് മോഡൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ ഈ മോഡേൺ ഡീസെൻട്രലൈസ്ഡ് സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഒരു പുതിയ കോൺസെപ്റ്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് മനസ്സിലാക്കാൻ വളരെ സിമ്പിളാണ്, എന്നാൽ പവർഫുള്ളായ ഒരു സംവിധാനത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു ജാവ ആണ്. സിമ്പിളാണ് പക്ഷേ പവർഫുള്ളാണ്. പ്രധാനമന്ത്രി ഇല്ലാത്ത ഒരു ഇന്ത്യ, അല്ലെങ്കിൽ ഒരു പ്രസിഡൻ്റ് ഇല്ലാത്തൊരു ഇന്ത്യ, അതല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇല്ലാത്തൊരു കേരളം, അങ്ങനെയൊക്കെ ഒരു സംഭവം ജഷാന് സങ്കല്പിക്കാൻ സാധിക്കുന്നുണ്ടോ? സുഹേല, ഞാൻ അതിന് കൃത്യമായിട്ടൊരു മറുപടി പറഞ്ഞാൽ ആൻറ്റി നാഷണലായി പോകുന്ന പേടിയുണ്ട്. എന്നാലും മുഖ്യമന്ത്രി ഇല്ലാത്ത കേരളം, പ്രധാനമന്ത്രി ഇല്ലാത്ത ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ ദഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപക്ഷെ സുഹൈൽ അത് മനസ്സിലാവുന്നുണ്ടായിരിക്കാം. ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തെക്കുറിച്ചൊക്കെ പഠിച്ച ഒരാളെന്ന് നൽകി ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു ലീഡർ ഇല്ലാതെ ജീവിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളങ്ങനെ ട്രെയിൻഡാണ്, അതാണൊരു പ്രശ്നം. എങ്ങനെയാണ് നമ്മളുടെ നാട്ടിൽ ഭരണം നടന്നുകൊണ്ടിരുന്നത്? രാജാക്കന്മാരുടെ കീഴിൽ ഫ്യൂഡൽ പ്രഭുക്കൾ, ഈ ഫ്യൂഡൽ പ്രഭുക്കളുടെ കീഴിൽ ഒരു പറ്റം ആട്ടിൻപറ്റത്തെ പോലെ ജീവിക്കുന്ന കുറച്ച് ജനങ്ങൾ, ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഒരു സിസ്റ്റം നിലനിന്നിരുന്നത്. അതിനിടയിലേക്ക് കുറച്ച് ബ്രിട്ടീഷുകാർ വരുന്നു, അവർ കുറേ ഗവേണൻസ് കൊണ്ടുവരുന്നു, അവരുടെ കുറേ ജഡ്ജിമാരെ കൊണ്ടുവരുന്നു, ലീഗൽ സിസ്റ്റംസ് വരുന്നു, പോലീസിങ് വരുന്നു, അവർ കുറേ എന്താ പറയുക ഇന്നോവേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്, വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു, ഇന്ത്യ നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യം കിട്ടാനും വേണ്ടിയിട്ടല്ല. പക്ഷേ അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന നമ്മളുടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിപ്പോൾ കോടതിയാണെങ്കിലും പോലീസാണെങ്കിലും വില്ലേജ് ഓഫീസാണെങ്കിലും എല്ലാ സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ ഈ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സാധനമാണ്. അങ്ങനെ ആ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് നമ്മളുടെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇതിൽ നിന്നൊരു മാറ്റം നമ്മൾ ചെയ്തിട്ടില്ല. വൈസ്രോയി പോയി, പകരം പ്രധാനമന്ത്രി വന്നു, അല്ലെങ്കിൽ നമ്മുടെ പ്രസിഡൻറ്റ് വന്നു, പ്രസിഡൻറ്റിൻ്റെ കീഴിലൊരു പ്രധാനമന്ത്രി. അന്നുണ്ടായിരുന്ന ഏതെങ്കിലും എല്ലാ രാജ്യങ്ങളിലെയും രാജാക്കന്മാരെ പിടിച്ച് രാജപ്രമുഖ് എന്നൊരു പോസ്റ്റ് കൊടുത്ത്, ഇന്നത്തെ ഗവർണറിന് പകരം ഒരു രാജപ്രമുഖ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് കൊടുത്ത് പുള്ളീനെ അവിടെ ഇരുത്തി, എന്നിട്ട് അവിടെ കുറേ മുഖ്യമന്ത്രിമാരെ ഉണ്ടാക്കി. അങ്ങനെയാണ് നമ്മുടെ ജനാധിപത്യം ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. നമ്മളൊരു പൂർണ്ണ അഴിച്ചുപണിക്ക് ഉള്ളൊരു സാധ്യത അന്ന് നിലവിലുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ പ്രശ്നം, അതിനുള്ള റിസോഴ്സ് ഇല്ല. പട്ടിണിയും പരിവട്ടവും ഫണ്ടില്ലായ്മയുമായിട്ട് നടക്കുന്ന ഒരു സിസ്റ്റമാണ് ഹാൻഡ് ഓവർ ചെയ്യപ്പെടുന്നത് ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മുടെ രാജ്യത്തോട്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ നാട്ടുകാരുടെ ഒരു പ്രശ്നം, മറ്റൊരു കാര്യം, നമ്മൾ വളരെ ഏതെങ്കിലും ഒരു ലീഡറെ നോക്കി ജീവിക്കുന്നവരാണ്, പ്രത്യേകിച്ചും ഇന്ത്യയിലെ ജനങ്ങൾ. കുറച്ചുകൂടി സ്പിരിച്വാലിറ്റിയൊക്കെ കൂടുതലുള്ള ആളുകളായതുകൊണ്ട് നമുക്കെപ്പോഴും ഒരു ഡിപ്പെൻഡൻസി ഉണ്ട് ഒരാളിൽ. ഒരു പുരോഹിതൻ, ദൈവത്തിന് കീഴിൽ വരുന്നൊരു പുരോഹിതൻ, നമ്മൾ ആ പുരോഹിതനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കുറച്ച് പ്രവർത്തിക്കുന്ന ഒരു ഫ്യൂഡൽ പ്രഭു, ആ ഫ്യൂഡൽ പ്രഭുവിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതാണ് നമ്മളുടെ ഒരു സൈക്കോളജി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇല്ലാത്ത കേരളം, പ്രധാനമന്ത്രി ഇല്ലാത്ത ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആ ചോദ്യത്തിന് വേറെ രീതിയിൽ ചോദിക്കാം. ഒരു CEO അല്ലെങ്കിൽ ഒരു CFO, CTO, മാനേജിങ് ഡയറക്ടർ മുതലായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ റോളുകളൊന്നും ഇല്ലാത്തൊരു കമ്പനി സാധ്യമാണോ? അതെല്ലാം പോട്ടെ, ഒരു പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ട്രഷററോ ഇല്ലാത്ത പള്ളി കമ്മിറ്റിയോ അമ്പല കമ്മിറ്റിയോ സാധ്യമാണോ? അതിന് ഉത്തരം പറഞ്ഞാൽ നമുക്ക് അത് മറ്റു ഉത്തരത്തിലേക്ക് വരാം. കുറച്ചുകൂടി എളുപ്പമാണ് ഇതിന് ആൻസർ ചെയ്യാൻ. കാരണം മറ്റേത് ഞാൻ പറഞ്ഞില്ല, വളരെയധികം ഡിപ്പെൻഡ്. എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല മുഖ്യമന്ത്രി ഇല്ലാത്ത കേരളം,
പിന്നെ ആര് നമ്മൾ രക്ഷിക്കും? ഈ തോണി ആര് തുഴയും? ഈ കപ്പൽ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? നമുക്കൊരു ക്യാപ്റ്റൻ ഉണ്ട്, ക്യാപ്റ്റൻ ഉണ്ട്. പിന്നെ CEO CFO ഇല്ലാത്തൊരു കമ്പനി പോസിബിൾ. CEOയും CFOയും ഇല്ലാത്ത കമ്പനി. കാരണം നമ്മൾ ഈ കമ്പനി കൾച്ചറൊന്നും കാര്യമായിട്ട് അറിയാത്തത് കൊണ്ട് CEO ഇല്ലെങ്കിലും കമ്പനി ഓടും എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ധരിക്കാം. അത് നല്ല രാശിയായിരിക്കും. അതായത് അപ്പോൾ ആരായിരിക്കും അവിടെ ഭരിക്കുക? ആ കമ്പനിയിലെ സ്റ്റാഫ് തന്നെയാണോ അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? കമ്പനിയുടെ ഫണ്ട് തീരുമാനിക്കപ്പെടുന്നത് എങ്ങനെ? അല്ലെങ്കിൽ കമ്പനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കപ്പെടുന്നത് എങ്ങനെ? കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് വേണമെങ്കിൽ പള്ളി കമ്മിറ്റിയിലോട്ട് വരാം. പള്ളി കമ്മിറ്റി വളരെ ഫേമസ് ആണല്ലോ, നൊട്ടോറിയസ് ആണല്ലോ. പള്ളി കമ്മിറ്റിയുടെ കണക്കുകളും. ഓക്കെ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അങ്ങനെ അത് സാധ്യമാണോ എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. സാധ്യമാണ് എന്നതാണ് 2015 ശേഷമുള്ള കണ്ടുപിടുത്തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ബ്ലോക്ക് ചെയിൻ എന്ന അതിനൂതന ടെക്നോളജി ഉപയോഗിച്ച് ഇതെല്ലാം സാധ്യമാണ് എന്ന് മാത്രമല്ല, ധാരാളം പുതിയ ഓർഗനൈസേഷൻസ്, കമ്പനീസ് ഒക്കെ ഇത്തരത്തിൽ രൂപപ്പെട്ട് വരികയും വളരെ സക്സസ്ഫുള്ളായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇൻ്റർനാഷണൽ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സാധ്യമാണ് എന്ന് തെളിയിക്കപ്പെട്ട ഒരു ടെക്നോളജിയാണ്. നമ്മളിവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരൊറ്റ കാര്യം തന്നെയാണ്. ജനാധിപത്യം എന്ന മഹത്തായ സംവിധാനം ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ച് ഏറ്റവും കുറ്റമറ്റതായ, അഴിമതിയില്ലാത്ത, സ്വജനപക്ഷപാതമില്ലാത്ത ഒരു സംവിധാനമാക്കി മാറ്റുക, അല്ലെങ്കിൽ അതിനു വേണ്ട ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇന്നത്തെ രാഷ്ട്രീയ സംവിധാനം അനുസരിച്ച് ഈ ഒരു സിസ്റ്റത്തിൽ മാറ്റം വരുത്തുക എന്ന് പറയുന്നത് നിയർലി ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. ഈ സിസ്റ്റത്തിന് ഒരു മാറ്റം വരാതെ യഥാർത്ഥ ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കലും നമുക്ക് അസാധ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ജഷാനെ നമ്മൾ ഇന്നിവിടെ ഇങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ചാനലിൻ്റെ പേര് ഡെമോക്രസി 3.0 എന്നാണ്. നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുക, അതിനു വേണ്ട ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക, അതും ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ചിട്ട് അതിനു വേണ്ട ഒരു സിസ്റ്റം, അതല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്ക് ഒക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ഉദ്ദേശം. ഡെമോക്രസി 3.0 എന്നൊരു ആശയം സുഹൈൽ എന്നോട് പറയുന്ന സമയത്തെ, സുഹൈൽ അപ്പോൾ ബ്ലോക്ക് ചെയിനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ സാധ്യതകളെ കുറിച്ച് പറഞ്ഞു. എനിക്ക് തോന്നുന്നു നമ്മളുടെ കുഴിമന്തി തിന്ന് നമ്മളുടെ യുവജനങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്നും അകന്നു പോകുകയാണെന്ന ശ്രീ അൻവറിൻ്റെ ഡയലോഗാന്ന് തോന്നുന്നില്ലേ അന്ന് സുഹൈൽ ട്രിഗർ ആയിട്ട് എന്നോട് വന്ന് ഈ കാര്യങ്ങൾ സംസാരിച്ചത് ഒരു സുപ്രഭാതത്തിൽ. ആക്ച്വലി ഞാൻ അതിന് മുമ്പ് സുഹൈലിനോട് പറയുന്നുണ്ട് പല കാര്യങ്ങളും, നമുക്ക് ഡെമോക്രസി ഓറിയൻറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സുഹൈലിന് കുറച്ചുകൂടി ട്രിഗർ വരുന്നത് അപ്പോഴാണെന്ന് എനിക്ക് തോന്നി. ആ സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഡെമോക്രസി എങ്ങനെ കൂടുതൽ മികവുറ്റതാക്കാമെന്നുള്ളത് ഇപ്പോൾ കാലിക പ്രസക്തമാണ്. ഇന്ത്യ മാത്രമല്ല, ലോകത്തിലെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഇന്ന് ഈ പ്രശ്നമുണ്ട്. സെൻട്രലൈസേഷൻ ഓഫ് പവർ എന്ന് പറയുന്ന പ്രശ്നം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ കോർപ്പറേറ്റുകളുടെ ഇടപെടലുകളാണ്. കാരണം കോർപ്പറേറ്റുകൾക്ക് അവരുടെ പോളിസീസ് വളരെ എളുപ്പത്തിൽ നടത്തിയെടുക്കാൻ സാധിക്കുക ഒരാളെ മാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോഴാണ്. കുറേ ആളുകൾ, ഈ അധികാര വികേന്ദ്രീകരണം സംഭവിച്ചാലുള്ള കുഴപ്പം, എനിക്കിപ്പോൾ ഒരു അന്യായമായിട്ടൊരു കാര്യം നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഇല്ലീഗലായിട്ടൊരു കാര്യം ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എത്ര പാർട്ടീസിനെ പോയി കണ്ട് സംസാരിച്ച് ഡീല് ചെയ്യേണ്ടി വരും? ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ആദ്യം മുതിരപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണുന്നു, അത് കഴിഞ്ഞ് പോയിട്ട് ഏതെങ്കിലും ഒരു നഗരസഭാ അധ്യക്ഷനെ കാണുന്നു, പിന്നെ ജില്ലാ കളക്ടറെ കയ്യിലെടുക്കുന്നു. അത് എത്ര ആൾക്കാരെ കയ്യിലെടുത്താലാണ് എനിക്കൊരു ഇംപ്ലിമെൻറ്റേഷൻ സാധിക്കുക? പകരം ഇതൊരു സെൻട്രലൈസ്ഡ് പവർ ആണെന്നുണ്ടെങ്കിൽ എനിക്കൊരു മുഖ്യമന്ത്രിയോ ഒരു പ്രധാനമന്ത്രിയോ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ കാര്യം നടപ്പിലാവും. അപ്പോൾ ആ ഒരു കറപ്ഷൻ ഉള്ളത് കൊണ്ടാണ് ഈ സെൻട്രലൈസേഷൻ ഓഫ് പവർ ലോകത്ത് നടക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ഒരു ആശയം വന്നപ്പോൾ എനിക്ക് തോന്നിയത്, ജനാധിപത്യ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് നമുക്ക് നമ്മുടെ ഭാവിയെക്കുറിച്ച് നിർണ്ണയിക്കാനുള്ള അവകാശമുണ്ട്. തീർച്ചയായിട്ടും അത് എങ്ങനെ ആയിരിക്കണം, ആ സിസ്റ്റത്തിൽ എന്തെങ്കിലും പോരായ്മകൾ നമുക്കിപ്പോൾ വെളിപ്പെടുകയാണെങ്കിൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാം, അതിനെങ്ങനെ കൂടുതൽ മികവുറ്റതാക്കാം എന്ന് ചിന്തിക്കേണ്ട ബാധ്യത, ധർമ്മം ഓരോ പൗരനുമുണ്ട്. ആ നിലയ്ക്കാണ് ഞാനതിനെ അപ്പോൾ നോക്കിക്കണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിന് ഈ ഒരു ആശയത്തോട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കൂടുതൽ ആളുകളുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണുന്നൊരു കാര്യം. അപ്പോൾ കൂടുതൽ ജനങ്ങളോട് ഇത് സംസാരിക്കുക, അവരുടെ ഒരു അഭിപ്രായം കൂടി സ്വരൂപിക്കുക എന്നൊരു ലക്ഷ്യം കൂടി നമുക്ക് വേണം.
പോഡ്കാസ്റ്റിംഗ് അതിന് പറ്റിയ നല്ലൊരു സംവിധാനമാണ്, അല്ലെങ്കിൽ അതിനൊരു പറ്റിയ മാർഗ്ഗമാണെന്ന് നിലയ്ക്കാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അതെ അതെ, നമുക്ക് ശരിക്കും യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് ആളുകളുടെ ഒപ്പീനിയൻ അറിയുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.